ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ? രാവിലെ തന്നെ എണീറ്റ് കുറച്ച് നേരം ഇങ്ങനെ നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കണ്ട് അമ്പലത്തിലെ പാട്ടുമൊക്കെ ഒന്ന് കേട്ടേക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നത്തില്ലേ? ഒരു പോസിറ്റീവ് വൈബൊക്കെ. പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ടാണ് വന്നത്. നമുക്ക് ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു. ലഞ്ചിനോട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ തകൃതിയായിട്ട് നടക്കുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും മുട്ടക്കറിയുമായിരുന്നു. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ സെറ്റാക്കി അതിൻ്റെ ഇടയ്ക്ക് മക്കളെയും റെഡിയാക്കി നമുക്ക് സ്കൂളിൽ വിടണം. 8:20 ആകുമ്പോൾ അവരുടെ ബസ് വരും. ഹസ്ബൻഡാണ് അവരെ ബസ്സിൽ കയറ്റി വിടാനായിട്ട് പോയത്. അവർ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയി. അവരിനി വൈകിട്ട് 4 മണിയാകുമ്പോഴേ വരത്തുള്ളൂ. ഞങ്ങൾ പിന്നെ റെഡിയായി നമ്മുടെ കൊട്ടിയത്തുള്ള ലുലു ഡെയിലിയിലോട്ടാണ് പോയത്. കുറച്ച് സാധനങ്ങൾ, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാക്കറ്റ് ബ്ലൂബെറി മാത്രം വാങ്ങിക്കാനായിട്ടാണ് പോയത്. അത് നമ്മുടെ കേക്കിനകത്ത് വേണ്ടിയിട്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു മിററിൽ ഞങ്ങൾ സെൽഫിയും എടുത്ത് ശേഷം ബില്ലടിക്കാനായിട്ട് പോയി. കേക്ക് വെക്കാനുള്ള തന്നെ ലേസർ പ്രിൻ്റ് ഞങ്ങൾക്ക് എടുക്കണമായിരുന്നു. അതും എടുത്ത് സിംലയിൽ കയറി കുറച്ചൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകണമായിട്ടായിരുന്നു വൈകിട്ട്. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടിയിലോട്ടാണ് പോയത്. പാർക്കിങ്ങിൽ ചെന്ന് വണ്ടിയിലും കയറി ഞങ്ങൾ നേരെ മേത്തർ ബസാറിലോട്ടാണ് വിട്ടത്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. പാർക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലാണ് ഞങ്ങൾ പോണത്. എന്തായാലും ഭാഗ്യത്തിന് കടയുടെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് കിട്ടി. അവിടുന്ന് ഞങ്ങൾ നേരെ അകത്തോട്ട് കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് മാത്രം. ഒരു ട്രോളിയും എടുത്ത് കടയുടെ നേരെ അകത്തോട്ട് പോയിട്ടുണ്ട്. വാലൻറ്റൈൻസ് ഡേ കഴിഞ്ഞെങ്കിലും ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും അവിടെ ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് നൂഡിൽസൊക്കെ എടുത്ത് വീട്ടിലേക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസും എടുത്ത് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ എടുത്ത് എല്ലാമൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. ലാസ്റ്റ് 2 ഐസ്ക്രീമും എടുത്ത് ഞങ്ങൾ നേരെ കാറിൽ കയറി വീട്ടിലോട്ടാണ് പോയത്. ഐസ്ക്രീമിൻ്റെ സാൻഡ്വിച്ചും അങ്ങനെയുള്ള കുറച്ച് ഫ്ലേവറായിട്ടുള്ള ചോക്കോബാറും ഒക്കെ ആയിരുന്നു. അതിൽ സ്ട്രോബെറി എനിക്ക് വല്ലാതെ ഇഷ്ടമായിട്ടില്ല. ഹസ്ബൻഡിന് പക്ഷേ ഇഷ്ടമായി, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് വന്നത്. ഞങ്ങൾക്ക് ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാണ്ടായിരുന്നു. അതിനകത്തോട്ടൊരു ഫ്രെയിമും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഫ്രെയിം കസ്റ്റമൈസ്ഡ് ആയിട്ട് ഞങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതിലേക്കൊരു കുഞ്ഞു ടെഡി ബെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു കുഞ്ഞു മോക്ക് വേണ്ടിയിട്ട് കസ്റ്റമർ തന്നിട്ടുള്ള ഓർഡറാണ്. അതിലേക്ക് നമ്മൾ 3 ചോക്ലേറ്റ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കിറ്റ്കാറ്റിൻ്റെ ഫ്ലേവറാണ്. പിന്നെ ലബൂബുവിൻ്റെ ഒരു ഫേസ് ചേഞ്ചിങ് ഒരു കീ ചെയിനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓർണമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഒരു മാലയും ഒരു ചെറിയ പാക്കറ്റ് ക്ലിപ്പുമാണ് വെച്ച് കൊടുക്കുന്നത്. സിമ്പിളായിരുന്നു, പെട്ടെന്നെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷം നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് ഇതിൻ്റെ കൂടെ ഒരു കേക്കും ഉണ്ടായിരുന്നു. നമുക്ക് ഡെലിവറിയും ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നു. അതും നമ്മൾ സമയത്ത് തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. കറണ്ടിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ശേഷം നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോയി. എൻ്റെ അനിയൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. നമ്മുടെ തന്നെയായിരുന്നു കേക്കൊക്കെ. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം സെറ്റ് ചെയ്ത് കേക്കുമായിട്ടാണ് ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോയത്. അവിടെ ഇതിൻ്റെ കൂടെ തന്നെ പീസ് കേക്കും ഉണ്ടായിരുന്നു. മോളുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കേക്കായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. മെഴുകുതിരിയൊക്കെ ഊതിക്കടത്തി മോൾ കേക്ക് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾക്ക് പനിയായിരുന്നു, അതാണ് മുഖത്തൊരു ഉഷാറൊന്നും ഇല്ലാത്തത്. പിന്നെ പേടിച്ചും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ച് കേക്കൊക്കെ കഴിച്ച് കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. താങ്ക് യു ഫോർ വാച്ചിങ്.